അപ്പോൾ കൊട്ടാരക്കര ശാസ്താംകോട്ട റോഡ് ഇപ്പോൾ ഇവിടെ നല്ല നിലയിൽ അതിൻ്റെ മെയിൻ്റനൻസ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റോഡിൻ്റെ പണി നമുക്കെല്ലാം അറിയാം, നേരത്തെ എടുത്തിരുന്ന പണിയായിരുന്നത്. കോൺട്രാക്ടർ ആ വർക്ക് നിർത്തിവെച്ച് പോവുകയും ആ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുകയും കോൺട്രാക്ട് കോടതിയിൽ പോവുകയും അവസാനം കോടതി വിധി ശേഷം ആ വർക്ക് റീടെൻഡർ ചെയ്തു. അതാരും എടുക്കാതെ കിടക്കുന്ന ഉള്ളത്. അല്ല, ആ പുത്തൂർ റോഡിൽ മുസ്ലിം സീറ്റ് ഭാഗത്ത് എല്ലാ മഴക്കാലത്തും ഏത് മഴക്കാലത്തും അവിടെ വെള്ളക്കെട്ടുണ്ടായി റോഡ് പൊളിയുന്ന സ്ഥിര സംവിധാനമാണ്. അങ്ങനെ വരാനുണ്ടായ കാരണം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ് 2 അവിടെ ഓടയുണ്ടായിരുന്നു, കലങ്കുണ്ടായിരുന്നു, വെള്ളം ഒഴുകിപ്പാനുള്ള സുഖമായി ഒഴുകിപ്പാനുള്ള വെച്ചാൽ സ്ഥല സൗകര്യം ഉണ്ടായിരുന്നു. അതെല്ലാം ആളുകൾ കയ്യേറി കഴിഞ്ഞു. ആ കയ്യേറ്റത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ വെള്ളക്കെട്ടുണ്ടായി ആ റോഡ് പൊളിയുന്നത്. എല്ലാ മഴക്കാലത്തും ചെറിയ മഴ പെയ്താലും വലിയ മഴ പെയ്താലും പൊളിയുന്ന സ്ഥിതിയുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ മഴക്കാലത്ത് നല്ല നിലയിൽ ആ റോഡ് പൊളിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊളിയുമ്പോൾ അതിൻ്റെതായ പ്രതിഷേധങ്ങളും വരും. ബുദ്ധിമുട്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്, വാഹനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്, വാഹനയാത്രക്കാർക്ക് ബുദ്ധിമുട്ട്, വാഹനങ്ങളിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളിലും കാര്യത്തിലെല്ലാം പരിപൂർണമായും മനസ്സിലാക്കിക്കൊണ്ട് അവിടെ താൽക്കാലികമായി മണ്ണിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമഗ്രി ഇട്ടുകൊണ്ടോ അത് പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട MLAയും അതുപോലെ നമ്മുടെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ തന്നെ നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് ആ വർക്ക് അടിയന്തരമായി വർക്ക് സാങ്ഷനാക്കി 12 ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ TS സാങ്കേതിക അനുമതി വാങ്ങിച്ച് ടെൻഡർ ചെയ്തു. ആദ്യ ടെൻഡറിൽ ആരും എടുത്തില്ല, റീടെൻഡർ ചെയ്തു. മന്ത്രി തന്നെ അത് വർക്ക് എടുപ്പിക്കുന്നതിനാവശ്യമായ സമീപനം സ്വീകരിച്ച് ആ വർക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ വർക്ക് തുടങ്ങുമ്പോൾ സർക്കാരിൻ്റെ നമ്മുടെ പോക്കറ്റ്, അതായത് നമ്മുടെ സ്വകാര്യ വ്യക്തിയുടെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് വർക്ക് ചെയ്യുന്നത് പോലെ എടുത്ത് ചിലവാക്കുന്നവരെ ചെയ്യാൻ വേണ്ടി കഴിയില്ല. അതിനാവശ്യം നടപടിക്രമം, ആ സ്വാഭാവികമായ നിയമപരമായ എല്ലാ നടപടിയും നീക്കി ചെയ്യാൻ വേണ്ടി അതിന് താമസം ഉണ്ടായി. ഇതിലൂടെ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധമൊക്കെ സ്വാഭാവിക പ്രതിഷേധം ഉണ്ടാവും, അതിൽ പ്രതിഷേധമുണ്ട്. പക്ഷേ പ്രതിഷേധം ഉണ്ടായെങ്കിൽ പോലും നിശ്ചയമായും ഈ നടപടിക്രമം പൂർത്തീകരിച്ചുകൊണ്ട് അത് ചെയ്യാനാവശ്യമായ സാവകാശമാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ യാതൊരു വിധമായ ഉദാസീനതയോ അശ്രദ്ധയോ ജനപ്രതിനിധികളുടെ ഭാഗത്തും മുനിസിപ്പാലിറ്റി ശ്രദ്ധയിൽപ്പെട്ടോളം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തി, PWD ശ്രദ്ധപ്പെടുത്തി സത്വര നടപടിയാണ് സ്വീകരിച്ചത്. അപ്പോൾ പ്രഹസനമെന്ന നിലയിൽ ചില രാഷ്ട്രീയ പാർട്ടികളോട് സമരം ചെയ്തു, വസ്തുത മനസ്സിലാക്കാൻ സമരം ചെയ്തു. ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട മന്ത്രി ഇത്രയും ചെയ്ത് ബഹുമാനപ്പെട്ട മന്ത്രിയോട് നേരിട്ട് പ്രതിഷേധമായിട്ട് സ്ത്രീ ചെന്നിരുന്ന സ്ത്രീയുടെ രാഷ്ട്രീയ പറ്റി നമ്മൾ പരിഗണിക്കേണ്ടത്. പക്ഷേ പ്രതിഷേധിക്കാനുള്ള അവകാശക്കാർക്കുണ്ട്. പക്ഷേ വസ്തുത മനസ്സിലാക്കാതെ ഒരു റോഡ് പൊളിയുമ്പോൾ അതെങ്ങനെ നന്നാക്കണം എന്നുള്ള വസ്തുത മനസ്സിലാക്കാതെ ഇത്തരത്തിൽ പ്രതിഷേധ സമരം നടന്നത് തികച്ചും അപലപനീയമാണെന്ന് യാതൊരു തർക്കമില്ല. ഇപ്പോൾ ആ റോഡ് ഗംഭീരമായി ചെയ്തുകൊണ്ടിരിക്കുക. റോഡ് ഇപ്പോൾ ആർക്കും ഒരു അഭിപ്രായങ്ങൾ പറയാനില്ല. അപ്പോൾ ഇതിന് മുൻകൈ എടുത്ത ആ റോഡ് ഇത്രയും ഭംഗിയായി ചെയ്യാൻ മുൻകൈ എടുത്ത കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി കൊട്ടാരക്കരയുടെ പ്രിയങ്കൻ MLAയുമായ ശ്രീ KN ബാലഗോപാലിന് കൊട്ടാരക്കര നഗരസഭയുടെ എല്ലാ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പൂർണ്ണമായിട്ട് റോഡിൻ്റെ പണി ടെൻഡർ എടുത്ത് തുടങ്ങുമെന്നാണ് പറയുന്നത്.